നമസ്തേ. നമ്മളെക്കുറിച്ച് നമ്മളെ തന്നെ താഴ്ത്തി നമ്മളെക്കുറിച്ച് മോശമായിട്ട് ആരോടും ഒന്നും പറയരുത്. അതിൻ്റെ ആവശ്യമില്ല. എന്താണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് കുറ്റം പറയാനും ഇത്തരത്തിൽ താഴ്ത്തി സംസാരിക്കാനും മോശം പറയാനും ഒക്കെ പ്രപഞ്ചം വേറെ ഒരുപാട് ബന്ധുക്കളെയും അയൽക്കാരെയും ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ. ഈ ഒരു കാര്യം ചിന്തിക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം എൻ്റെ മുന്നിലേക്ക് കടന്നു വന്നു. അതാണ് പ്രപഞ്ചം എന്ന് നിങ്ങൾക്ക് വേണ്ടി നൽകാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്. നമ്മളെക്കുറിച്ച് തെറ്റായിട്ട് പറയുന്ന ആളുകൾ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് അതും ഇതുമൊക്കെ പലരും പറയും. നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപെടുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിനുള്ളിലുള്ള ആളുകളായിക്കോട്ടെ, പുറത്തുള്ള ആളുകളായിക്കോട്ടെ, ജോലി സ്ഥലത്തുള്ള ആളുകളായിക്കോട്ടെ, അയൽക്കാരായിക്കോട്ടെ, സമൂഹമായിക്കോട്ടെ, മറ്റെന്തുമായിക്കോട്ടെ, അവരുമായിട്ട് ഇടപെടുന്ന സമയത്ത് പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നത്, അല്പം താന്നിരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ഒരു ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ ഒരു അപകർഷതാ ബോധത്തിന്മേൽ ആയിരിക്കുന്നത്, അതൊക്കെ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ, ചില ഓറയിൽപ്പെട്ട ആളുകൾക്ക് ചില ആളുകളെ, ചില പേഴ്സണാലിറ്റീസിനെ കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവർ തീരുമാനിച്ചുറച്ചതാണ് ഈ വ്യക്തിയെ ഞാൻ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാനാണ്, വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്നുള്ളത്. ചില ആളുകളാകട്ടെ അവർക്ക് സത്യം കേൾക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. കാരണം അവർ ധരിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള നുണയിൽ ജീവിക്കുന്നതാണ് അവർക്ക് താല്പര്യം എന്ന് പറയുന്നത്. അവരുടെ ചിന്തകളെ ഇളക്കുന്നത്, അതിനെ മാറ്റുന്നത് അവർക്ക് കംഫർട്ടബിൾ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളെ തെറ്റിദ്ധരിക്കാനായിട്ട് തീരുമാനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുത്താലും നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും ഒക്കെ നിങ്ങൾ പറയുന്ന ആ എക്സ്പ്ലനേഷനെ, ആ എക്സ്ട്രാ ഡാറ്റയെ പോലും നിങ്ങൾക്കെതിരെ തിരിക്കുന്നതായിട്ടുള്ള ആയുധമായിട്ട് അവർ പ്രവർത്തിപ്പിക്കും എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് തെറ്റായി പറയുന്നവരോട് എല്ലാം വിശദീകരിക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളുടെ കർമ്മത്തിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കതിനുള്ള ടൈമില്ല, നമുക്കതിനു വേണ്ടി വേസ്റ്റ് ചെയ്യാനുള്ള എനർജി ഇല്ല. ബിക്കോസ് നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും വലുത് ബിൽഡ് ചെയ്യാനായിട്ടും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളെ വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്തു കൊള്ളട്ടെ, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സാമ്രാജ്യം പടുത്തുയർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ വെറും ജൽപ്പനങ്ങൾ മാത്രമായിട്ട് നമുക്ക് കണക്കിലെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കണം എന്നുള്ളതാണ്. ബിക്കോസ് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകളിലേക്ക് കൊടുക്കാനുള്ളതല്ല നമ്മളുടെ അമൂല്യമായിട്ടുള്ള ഊർജം എന്ന് പറയുന്നത്. അത് നമ്മളുടെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി, നമ്മളുടെ കർമ്മത്തിനെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്യൂവലാണ്. സോ ആരൊക്കെയാണോ അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള ഭൗതിക ലോകത്തിന്റെ ഭ്രമങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നത്, അവർക്ക് ഈ ജന്മത്തിൽ ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് എല്ലാ ആരോപണങ്ങൾക്കും മറുപടി നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. നമ്മുടെ സത്യം അറിയേണ്ടതായിട്ടുള്ള, സത്യം കേൾക്കാനായിട്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് മാത്രമേ നമ്മൾ നമ്മളുടെ സത്യം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യാനായിട്ട് തെറ്റായിട്ടുള്ള ആളുകളുടെ മുന്നിൽ നമ്മളെ തന്നെ ശരിയാണ് എന്ന് കാണിക്കാനായിട്ട് നമ്മളുടെ ഊർജത്തിനെ നമ്മൾ പാഴാക്കേണ്ടതില്ല. അത് മാത്രവുമല്ല, നമ്മളുടെ സത്യം അറിയാനും കേൾക്കാനും താല്പര്യമില്ലാത്ത ആളുകളോട് അത് പറയുന്ന സമയത്ത് നമ്മളുടെ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്. അവരുടെ പ്രതികരണങ്ങൾ കേൾക്കുന്ന, മനസ്സിലാക്കുന്ന സമയത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് നമ്മളുടെ പ്രവർത്തികൾ തന്നെയാണ്. ഓരോ തെറ്റിദ്ധാരണയും തിരുത്താനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന്റെ തടവുകാരനായിട്ട് മാറുകയാണ്. നമ്മുടെ സ്വഭാവത്തിനെ കാലം തെളിയിക്കട്ടെ, നമ്മളുടെ ജീവിതമാകട്ടെ മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറുതും എന്നാൽ വിശാലമായിട്ടുള്ള ചിന്തകൾക്ക് വഴിയൊരുക്കുന്നതുമായിട്ടുള്ള സന്ദേശം തുടരുവാൻ വേണ്ടി നിർത്തുന്നു. നമസ്തേ.